സെയിൽസിലെ 50% നഷ്ടപ്പെടുന്നത് ശരിയായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. സെയിൽസ് ലീഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പ്രൊഡക്റ്റിനെ കൃത്യമായി പ്രസൻറ്റ് ചെയ്തതിന് ശേഷം വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാതിരുന്നാൽ, ഫോളോ അപ്പ് അല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ബോൾ ഒരിക്കലും കസ്റ്റമറിൽ കൊടുക്കരുത്. ചിലപ്പം ഇങ്ങനെ പറയുന്നവരുണ്ട്, സാർ അങ്ങനെയാണ് നോക്കിയിട്ട് വിളിക്കൂട്ടോ സാറേ എന്ന് പറയുന്നവരുണ്ട്. ഇതിനർത്ഥം ബോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതാണ്. ബോൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട്, അതായത് നെക്സ്റ്റ് ഓരോ മൊമെന്റിലേക്കും ഈ കസ്റ്റമറിനെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക്, സർവീസിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കസ്റ്റമറുമായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന പ്രോസസ്സിനെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഈ ഫോളോ അപ്പ് ഒരു പക്ഷേ കസ്റ്റമറിന് അത് ഡിസ്റ്റർബൻസ് ആയിട്ടും ശല്യമായിട്ടും തോന്നാം. പക്ഷെ അവർക്ക് ഡിസ്റ്റർബൻസ് അല്ലാതെ, ശല്യമാകാതെ അവരെങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തണമെന്ന് ഒരു സെയിൽസ് പേഴ്സൺ അവന്റെ ഫോളോ അപ്പിലൂടെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ക്ലോസ് ആവും. ഞാൻ ഇങ്ങനെയാണ് പറയാ, ഒരു സെയിൽസ് പേഴ്സൺ അവന്റെ മുന്നിൽ 4-5 ബക്കറ്റ് വെക്കണം. ഇത് ഏപ്രിലേക്കുള്ള ബക്കറ്റ്, ഇത് മെയ്യിലേക്കുള്ള ബക്കറ്റ്, ഇത് ജൂണിലേക്കുള്ള ബക്കറ്റ് എന്ന് വെച്ചുകൊണ്ട് ഓരോ ബക്കറ്റിലേക്കും നിറയ്ക്കാനായിട്ട് ഈ കസ്റ്റമറുമായിട്ട് എൻഗേജ് ചെയ്ത് നിർത്താനുള്ള ഒരു മെക്കാനിസം ഫോളോ അപ്പിലൂടെ നടത്തുന്നവനാണ് ശരിയായ സെയിൽസ് പേഴ്സൺ.